ഒടുവിൽ വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് അവർ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു, അനിൽകുമാർ 40 ലക്ഷത്തോളം രൂപയുടെ വായ്പാ കുടിശ്ശികയുള്ള വ്യക്തിയാണെന്ന്. അനിൽകുമാർ കുറ്റ ആരോപിതനാണ്. അനിൽകുമാർ വായ്പ തിരിച്ചടയ്ക്കാത്ത വ്യക്തിയാണ്. അനിൽകുമാർ മരണത്തിലേക്ക് പോയത് കടബാധ്യത കൊണ്ടാണെങ്കിൽ അനിൽകുമാർ ബാങ്കിൽ നിന്ന് ഇത്രയധികം തുക എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് മാത്രമല്ല, KSFയിൽ നിന്നും അനിൽകുമാർ വായ്പ എടുത്തിട്ട് തിരിച്ചടച്ചിട്ടില്ലെന്ന് വക്കം ഫാർമേഴ്സ് ബാങ്കിൽ ഉദ്യോഗസ്ഥർ പറയുന്നു, അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. എങ്ങനെയുണ്ട്? അനിൽകുമാർ ഈ ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റ് ആയിരുന്നു. സീനിയർ അക്കൗണ്ടന്റായ അനിൽകുമാറിന് ഒരിക്കലും ഫാർമേഴ്സ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. അതൊന്ന് ദേശാഭിമാനി പത്രം എഴുതിയിട്ടുണ്ട്. ദേശാഭിമാനി പത്രം ഈ വാർത്താ സമ്മേളനത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: അനിൽകുമാറിന് ബാധ്യതകളൊന്നുമില്ല, ബാങ്കിൽ ബാധ്യതകളില്ല, ബാങ്കിൽ നിന്ന് അനിൽകുമാറിന് വായ്പ എടുക്കാൻ കഴിയില്ല. എല്ലാ എന്താണ് ഓൺലൈൻ മീഡിയയും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ബാങ്കിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ആക്രമിക്കുന്നു. ബാങ്ക് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്ന തരത്തിലാണ് ദേശാഭിമാനി വാർത്ത. മറ്റു പത്രങ്ങളിലെ വാർത്ത വേറൊരു തരത്തിലാണ്. അനിൽകുമാറിന് ബാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബാധ്യത എങ്ങനെ വന്നു? അനിൽകുമാറിന് ഈ ബാങ്കിൽ നിന്ന്, ഫാർമേഴ്സ് ബാങ്കിൽ നിന്ന് ഒരിക്കലും ലോൺ എടുക്കാൻ കഴിയില്ല, അവിടുത്തെ സ്റ്റാഫ് ആയതുകൊണ്ട്. അതുകൊണ്ട് അനിൽകുമാർ ചെയ്തത്, അനിൽകുമാറിന്റെ മൂത്ത മകൻ അശ്വിന്റെ പേരിൽ, അശ്വിന് 25 വയസ്സുണ്ടല്ലോ, അശ്വിന്റെ പേരിൽ 8 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. അതാണ് ഒന്നാമത്തെ കണക്ക് ബാങ്കുകാർ നിരത്തുന്നത്. ഈ 8 ലക്ഷം രൂപയിൽ ഒരു ഘടു പോലും തിരിച്ച് അടച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ഒരു EMI പോലും അടച്ചിട്ടില്ല. EMI ആണല്ലോ നിങ്ങൾക്ക് വേഗം മനസ്സിലാകുന്ന വാക്ക്. ഒരു തിരിച്ച് അടവിൽ ഒരു തവണ പോലും അടച്ചിട്ടില്ല എന്ന് ചുരുക്കം. അതുകൂടാതെ ബാങ്കിലെ മറ്റ് 6 സ്റ്റാഫുകളുടെ സഹപ്രവർത്തകരനാണ് ബാങ്ക് ഭരണസമിതി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ബാങ്കിലെ സഹപ്രവർത്തകരിൽ 6 പേരുടെ സാലറി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് 10 ലക്ഷം രൂപയുടെ വായ്പകൾ കരസ്ഥമാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം ചേർന്ന് ഈ 8 ലക്ഷവും ഈ മറ്റ് ബാങ്ക് വായ്പകളെല്ലാം കൂടി ചേർത്ത് 40 ലക്ഷം രൂപയുടെ ബാധ്യത അനിൽകുമാറിന് ഫാർമേഴ്സ് ബാങ്കിലുണ്ട്. അപ്പോൾ ഒരു സംശയം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മറ്റ് സഹപ്രവർത്തകരെന്ന് പറയുമ്പോൾ അവരും ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥരാണല്ലോ. ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥർക്ക് ലോൺ കൊടുക്കാൻ കഴിയില്ല എന്നതാണ് നിയമവ്യവസ്ഥയെങ്കിൽ ഇവരുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് എങ്ങനെ അനിൽകുമാർ ലോൺ കരസ്ഥമാക്കി, അല്ലെങ്കിൽ എങ്ങനെ ലോൺ നേടിയെടുത്തു എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. ഒരു പക്ഷേങ്കിൽ ഞാൻ വാർത്താ സമ്മേളനം നേരിട്ട് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകനല്ല. എനിക്ക് അവിടെ ഗ്രൗണ്ടിൽ പോയ ആളുകൾ പറഞ്ഞതും പിന്നെ ഇന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത വായിച്ചതുമായ അറിവേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഗഹനമായി ഇതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുകയില്ല. കാരണം ഇങ്ങനെ ഒരു സംശയം ചോദിക്കാനേ കഴിയുകയുള്ളൂ. ഇങ്ങനെ സംശയം ഞാൻ ഉന്നയിക്കുകയാണ്. ഏതായാലും 40 ലക്ഷം രൂപ അനിൽകുമാറിന് ബാങ്കിൽ കുടിശ്ശികയുണ്ട് എന്നുള്ള വസ്തുത പുറത്തു വന്നു കഴിഞ്ഞു. ഈ 40 ലക്ഷം രൂപയിൽ എങ്ങനെയാണ് തിരിച്ചടവ് നടന്നിരുന്നത്? അനിൽകുമാറിന് ജീവനാംശത്തിനുള്ള പൈസ മാത്രം കൊടുത്തിട്ട് ബാക്കി തുക മുഴുവൻ ബാങ്ക് തിരിച്ചടവിനത്തിൽ പിടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ 8 ലക്ഷം രൂപയും തിരിച്ചടവിനത്തിൽ പിടിക്കുന്നുണ്ടായിരിക്കും എന്ന് ചുരുക്കം. അപ്പൊ ബാങ്ക് ഭരണസമിതി ആദ്യം പറഞ്ഞ ഈ 8 ലക്ഷത്തിന്റെ തിരിച്ചടവൊന്നും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെയും ഒരു ലൂപ്പ് ഹോൾ കാണുന്നു. അതും ഒരു സംശയമാണ്. ഈ തിരിച്ചടവ് അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാം കൂടി ഒരുമിച്ചാണോ പിടിച്ചിരുന്നത്, അതോ ഓരോരോ ലോണിനത്തിൽ കുറേശ്ശെയാണോ പിടിച്ചിരുന്നത് എന്നൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട്. അതും ചോദിക്കുകയാണ്. നിങ്ങൾക്കും തോന്നുന്നുണ്ടാകും. ഇത്തരം സംശയങ്ങൾ നമുക്ക് വരും. സ്വാഭാവികമായി ഇത്തരം സംശയങ്ങളാണല്ലോ സത്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെ ഫാർമേഴ്സ് ബാങ്ക് അനിൽകുമാറിനെ കുറ്റാരോപിതനാക്കി, കുറ്റം മുഴുവൻ അനിൽകുമാറിൻ്റെതാക്കി അവിടെ നിന്ന് തള്ളി വിടുന്നു. ഇതുപോലെയായിരുന്നു അന്ന് ഞാൻ പറഞ്ഞ ജയപാലൻ സാറിന്റെ കാര്യത്തിൽ എനിക്കൊരു വലിയ തെറ്റുപറ്റി. അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. പ്രേക്ഷകരോടും ജയപാലൻ സാറിന്റെ വീട്ടുകാരോടും ക്ഷമ ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് ന്യൂമോണിയ ബാധിച്ച് ആയിരുന്നു. അത് എനിക്ക് തെറ്റുപറ്റിയത് അന്ന് ചില പത്രങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ ഹാൻഡിലുകളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും മരണം ട്രെയിനിന് മുന്നിൽ ചാടിയായിരുന്നു മരണം സംഭവിച്ചത് എന്ന തരത്തിലായിരുന്നു പ്രചരണം നടന്നത്. അവിടെ സ്ഥലവാസികളിൽ ചിലരും അങ്ങനെ തന്നെ മിസ്ഇൻഫർമേഷനാണ് തന്നത്. അപ്പോൾ ആ വിവരങ്ങൾ വെച്ചിട്ടാണ് ആദ്യ ദിവസം വാർത്ത കൊടുത്തത്. അതുകൊണ്ടാണ് ജയപാലൻ സാറിന്റെ മരണം അങ്ങനെ അതിലൊരു പിഴവ് സംഭവിച്ചത്. അത് ഞാൻ ക്ഷമ പ്രേക്ഷകരോടും ചോദിക്കുന്നു, ആ വീട്ടുകാരോടും ചോദിക്കുന്നു. അദ്ദേഹം ന്യൂമോണിയ ബാധിച്ചാണ് മരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മകനോട് ഞാൻ സംസാരിച്ചു. മകനും മാധ്യമ പ്രവർത്തകനാണ്. അതാണ് വലിയൊരു ആശ്വാസം. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ മുക്കുപണ്ടം പണയം വെച്ച കാര്യവും അതൊക്കെ എങ്ങനെയാ? അതെല്ലാം വാസ്തവം തന്നെയാണ്. അതിന്റെ മറ്റ് കണക്കുകൾ അന്വേഷിച്ചു പോയപ്പോൾ 1.25 കോടി രൂപയുടെ മുക്ക് പണ്ടങ്ങളാണ് പണയപ്പെടുത്തിയിരുന്നത് ഫാർമേഴ്സ് ബാങ്ക്. അത് ബാങ്ക് ഭരണസമിതി തന്നെയാണ് ജയപാലൻ സാറിനെ കൊണ്ട് ചെയ്യിച്ചത്.
ജയപാലൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അക്കൗണ്ടന്റിനെ കുറിച്ച്, അതായത് പണയ വിഭാഗത്തിലെ ഗോൾഡ് ലോൺ സെക്ഷനിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിച്ചത് ഈ ഭരണസമിതിക്കാരാണ്. എന്നിട്ട് അവരെല്ലാം കൈമലർത്തി. എല്ലാ പിഴയും ഈ ജയപാലൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ തലയിലായി. അങ്ങനെ അദ്ദേഹത്തിന് ആകെ മാനസിക സംഘർഷം, പിന്നെ എന്താണ് എൻക്വയറി വരുന്നു, പിന്നെ അദ്ദേഹത്തെ ബാങ്കിൽ നിന്ന് പുറത്താക്കുന്നു. പിന്നീട് അദ്ദേഹം ന്യൂമോണിയ ബാധിച്ചാണ് മരണം അടയുന്നത്. ഭരണസമിതിക്കെതിരെയുള്ള അന്വേഷണം എങ്ങും എത്തിയതുമില്ല. ഇത് ഫാർമേഴ്സ് ബാങ്കിനെ കുറിച്ച് മുമ്പ് വന്ന ആരോപണമാണ്. ഈ ആരോപണത്തിൽ ക്ലാരിറ്റി വന്നല്ലോ. എനിക്കൊരു വലിയ ഭാരം ഇറക്കി വെച്ച സമാധാനവുമുണ്ട്. അങ്ങനെ ഒരു തെറ്റായ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നുപോയതിൽ ഖേദം പ്രകടിപ്പിക്കാൻ പറ്റിയതിലുള്ള ആശ്വാസമാണ്. അപ്പോ ഇനി വേണ്ടത് എന്താണ്? വക്കത്തെ അനിൽകുമാർ, ഷീജ, അശ്വിൻ, ആകാശ് എന്നീ 4 പേരുടെ ജീവൻ പൊലിഞ്ഞതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ബാങ്ക് കൈകഴുകി പൂർണ്ണ ഉത്തരവാദിത്വം അനിൽകുമാറിലാണെന്ന് അടിച്ചേൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അനിൽകുമാറിനാണ് എന്ന് സ്ഥാപിച്ചെടുക്കുമ്പോൾ, എന്നിട്ട് ഭരണസമിതി കൈകഴുകി മാറി നിൽക്കുമ്പോൾ, ഞാൻ ഉന്നയിച്ച സംശയങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ, ഇനി എന്താകും കാരണം? ഈ 40 ലക്ഷം രൂപയുടെ കടം കൊണ്ടാണോ? ഈ കടം ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അശ്വിൻ, ആകാശ് എന്ന 2 ആൺകുട്ടികളാണ്. വേണമെങ്കിൽ വീട് വിറ്റാൽ തന്നെ 5 സെന്റ് സ്ഥലവും പുരയിടവും വിറ്റാൽ ഒരു പക്ഷേ ഒരു പരിധി വരെയെങ്കിലും ഈ കടം തീർക്കാനുള്ള കാശൊക്കെ ലഭിക്കുമെന്ന് അനിൽകുമാറിന് നന്നായി അറിയണം. അതുകൊണ്ട് ഈ കടം വലിയൊരു കടമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കടം ഇത്രയും സമൃദ്ധമായി, ഇത്രയും സാമൂഹിക ബന്ധവും പാർട്ടി ബന്ധവും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിന് ഈ ഒരു കടം വലിയ കടമല്ല. കാരണം അശ്വിൻ ഡിവൈഎഫ്ഐയുടെ മേഖലാ പ്രസിഡന്റാണ്, SFI ഏരിയ കമ്മിറ്റി അംഗമാണ്. എന്ന് പറഞ്ഞുകൊണ്ട് പണം കിട്ടുമെന്ന് ചോദിച്ചാൽ പണം കിട്ടുന്ന ജോലിയല്ല അതൊന്നും. ഞാൻ പറഞ്ഞത് പക്വമായ ഒരു ചെറുപ്പക്കാരൻ, 25 വയസ്സുണ്ട്, അദ്ദേഹത്തിന് ജോലിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിചാരിച്ചാൽ അടയ്ക്കാവുന്നതേ ഉള്ളൂ. അച്ഛനും മക്കളും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കും ജോലിയുണ്ട്. ഈ 4 പേരും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ വേഗം ഈ കടങ്ങളിൽ നിന്ന് തല ഊരാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് ചുരുക്കം. ഇനിയാണ് സംശയത്തിന്റെ കുന്തമുന ആ ഡയറിയിലേക്ക് ഞാൻ എറിയുന്നത്. ആ ഡയറി എവിടെ പോയി? പോലീസുകാർ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി എന്ന് പറയുന്നു. അതിൽ എന്തൊക്കെ വിവരങ്ങളാണെന്ന് പുറത്തു വന്നിട്ടില്ല. ഇനി ആ ഡയറിയിൽ എന്താണ് വിവരങ്ങൾ? ബാങ്കിനെതിരെ ആരോപണങ്ങൾ വന്നു. ബാങ്ക് ഭരണസമിതി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടോ, മാൽ പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങൾക്ക് ബാങ്ക് മറുപടി പറഞ്ഞു. അനിൽകുമാറാണ് കുറ്റക്കാരനെന്ന് സമർത്ഥിച്ചു വെച്ചു. അപ്പോൾ ഇനി ആ ഡയറിയിൽ എന്തായിരുന്നു? ഡയറിയിലുള്ള വിവരങ്ങൾ പുറത്തു വരണ്ടേ? പോലീസ് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? പോലീസിന്റെ മൗനം ആരെ സംരക്ഷിക്കാനാണ്? ആരുടെ കുറ്റകൃത്യത്തിന് കുടപിടിക്കാനാണ് പോലീസ് ഇങ്ങനെ മൗനം പാലിക്കുന്നത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നത്, ഡയറിയിലെ വിവരങ്ങൾ രഹസ്യമായി ഒളിച്ചു വയ്ക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, സത്യം സ്വർണപാത്രം കൊണ്ട് മൂടിവെച്ചാലും എന്നെങ്കിലും മറനീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും. അനിൽകുമാറിന്റെയും കുടുംബത്തിന്റെയും മരണത്തിന് സത്യമുണ്ടെങ്കിൽ, അതിന് നീതി ഉണ്ടെങ്കിൽ അത് എന്നായാലും ലഭ്യമാവുക തന്നെ ചെയ്യും.